നമ്മുടെ സപ്പോട്ട മരല്ലേ വലുതായി വലുതായി വരുന്നുണ്ട് കേട്ടാ. നമ്മൾ സപ്പോട്ട വലുതാവണില്ല, സപ്പോട്ട വലുതാവുന്നുണ്ട്. ഇവിടുത്തെ കാടൊക്കെ പോയപ്പോഴേ സപ്പോട്ട ശരിയാവണം. കണ്ടോ, കാറ് വാങ്ങിയത് എവിടേക്കേ കാറ് ഇട്ടേക്കണത്. ഇനി ഇതൊന്നും വേണ്ടി വരില്ല ആയിരിക്കും. എന്താ കുഞ്ഞുണ്ണി? അമ്മു ചേച്ചി കൊച്ചു ടി വി വെച്ച് തരുന്നില്ല. നാളെ സ്കൂളിൽ പോകണം കേട്ടോ. ഇന്ന് പോയില്ല, നാളെ പോകണം കേട്ടോ. ഇതെന്താന്ന് മനസ്സിലായി? ഇത് കൊരക്കൂർക്കയാണ് കേട്ടോ. അതാണ്ടോ നമ്മുടെ കണക്കൂർക്ക, കഞ്ഞിക്കൂർക്ക എന്ന് പറയും കേട്ടോ, കണക്കൂർക്ക. അതിൻ്റെ ഈ തണ്ട് വെള്ള കളറായിരിക്കും. ഇതിൻ്റെ തണ്ട് കണ്ടോ ചെറിയൊരു കളർ വ്യത്യാസം. വിട്ടുമാറാത്ത ചുമയൊക്കെ ഉണ്ടാവില്ലേ, ചുമയ്ക്ക് നല്ലതാണ് കേട്ടോ. ഇതും ഒരു കഷ്ണം ഇഞ്ചിയും പാടിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുകയാണ് പറഞ്ഞു വെച്ചാൽ. കണ്ടോ, ഇത് നല്ലൊരു മരുന്നാണ്. കുറേ മരുന്ന് എല്ലാവരും പറഞ്ഞത് നമ്മൾ അനിയേട്ടനെ നോക്കിയിരുന്നു. പക്ഷേ ഇതിട്ടിട്ട് വെള്ളം തിളപ്പിച്ചപ്പോഴാണ് അനിയേട്ടൻ്റെ കുറേ ചുമ മാറിയത്. എന്താ പൊന്നാ അമ്മുട്ടിയേ ഡീ, അവന് കൊച്ചു ടി വി വെച്ചു കൊടുത്ത. ഏട്ടന് നല്ല മാറ്റം ഉണ്ടായിട്ടോ. ഇനി ഇഞ്ചി ഇല്ലെങ്കിലും ഇപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കണില്ല കേട്ടോ. കാരണം കുറേ ഏട്ടൻ്റെ ചുമ മാറിയപ്പോൾ ഇത് മാത്രം ഇട്ടിട്ടേ വെള്ളം തിളപ്പിക്കുള്ളൂ. ഇഞ്ചി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 3 ഡോക്ടറെ കണ്ടു, ഏട്ടനെ മാറിയില്ല. 3 ഡോക്ടറെയും കണ്ട് എത്ര മരുന്ന്, എല്ലാവരും പറയുന്ന ആയുർവേദ മരുന്നുകൾ കഴിച്ച് ഉള്ളി, തേന്, ഇഞ്ചി ഒക്കെ പാടിട്ടിട്ട് ജ്യൂസ് അടിച്ച് കഴിച്ച് എങ്ങനെയൊക്കെ ചെയ്തേക്കണമെന്ന് പറഞ്ഞിട്ടാ. എന്നിട്ടൊന്നും മാറ്റം ഉണ്ടായില്ല. എങ്ങനെ ചെയ്തപ്പോൾ ഏട്ടന് നല്ല മാറ്റമായി. അപ്പം അത് ഒരു ചെമ്പ് തിളപ്പിച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലേ, അങ്ങനെ ഒരു പാത്രം തിളപ്പിച്ച് വെച്ചത് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് ഇപ്പോൾ ഇത് എന്താണെന്നറിയോ, നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവുകയാണോ എന്ന് വെച്ചാൽ നല്ലതല്ലേ. കാരണം ഏട്ടൻ്റെ പോലെ ഈ നിർത്താണ്ട് തണുത്തതും കഴിക്കാൻ പറ്റില്ല, ഒന്നും കഴിക്കാൻ പറ്റാണ്ട് ഈ ചുമച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൊരക്കൂർക്ക കിട്ടുകയാണ് പറഞ്ഞു വെച്ചാൽ ചെയ്തോളൂ കേട്ടോ, നല്ലതാ. കഞ്ഞിക്കൂർക്കയുടെ അതേ ഷേപ്പാണ്. ഏട്ടൻ എന്തൊക്കെ കഴിച്ചേക്കണ പറഞ്ഞിട്ടാ. ഇനി ഒന്നും കഴിക്കാത്തതില്ല. ആടലോടകം എല്ലാം ചെയ്തേക്കണു അല്ലേ. ആടലോടകം കിട്ടിയില്ല അല്ലേ. ആടലോടകം കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞല്ലേ. കട്ടൻ അവിടെ ചായ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്നാ വിചാരിച്ചു കുറച്ച് കട്ടൻ ചായ വയ്ക്കട്ടെ. ഇത് വെള്ളം തിളയ്ക്കും ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ കാപ്പി വേണോ ചായ വേണോ? ബെല്ലക്കാപ്പി വയ്ക്കാം. ബെല്ലല്ല, അല്ലെങ്കിൽ ബെല്ലക്കാപ്പി വെച്ചാൽ അവിടെ അവിടെ ഇല്ലേ ബെല്ലക്കാപ്പി വയ്ക്കണം. ബെല്ലക്കാപ്പി വയ്ക്കാം. 2 ഉണ്ട് അല്ലേ. എന്താ അതിൻ്റെ കളറ് കണ്ടോ, മാറി വരും ടയലിട്ടിട്ട്. നമ്മുടെ ഇവിടെ ആകെ ചെറുതൊന്നും ഉണ്ടായുള്ളൂ. അത് എനിക്കിഷ്ടമാട്ടോ വെള്ളക്കാപ്പി. നിങ്ങൾക്ക് ഇഷ്ടമാണോ വെള്ളക്കാപ്പി? വെള്ളക്കാപ്പി കുടിക്കുന്നത് നല്ലതാണ്. ഒരച്ചിട്ടുള്ളൂ കേട്ടോ. മധുരം കഴിക്കാൻ പാടില്ല എന്ന് പറയില്ലേ. എന്നാലും ഇടയ്ക്കൊക്കെ ഒരു മധുരം കഴിക്കാനൊരു പൂതിയാവൂലേ ഏട്ടാ. ഇപ്പോൾ അതൊന്നാവട്ടെ. പിന്നെന്താ ചായക്ക് അവിൽ നനയ്ക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഭയങ്കര തലവേദനയൊക്കെ. ഏട്ടൻ എണ്ണക്കടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവിടേക്കും ഇവിടേക്കും പാടെ കൂടിയിട്ട് 2 ഇടത്തേക്കും. അപ്പോൾ നമ്മൾ എന്ത് സാധനങ്ങൾ വാങ്ങുക വെച്ചാലും ആദ്യത്തെ പോലെ തന്നെ നമുക്കൊരു മാറ്റമില്ല കേട്ടോ. 2 വീട്ടിലേക്കും ഉള്ളത് നമുക്കൊപ്പം വാങ്ങണം ഏട്ടാ. കുട്ടികളൊക്കെ ഉള്ളതല്ലേ. കുട്ടികൾ എല്ലാവരും പറയുന്ന പോലെ നിങ്ങളിപ്പോൾ മാറിയില്ലേ, സെപ്പറേറ്റ് ആയില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ചെറിയ കുട്ടികളല്ലേ. അപ്പം അവിടെ വെക്കുന്നതും ഇവിടെ വെക്കുന്നതും ഒക്കെ കണക്ക് തന്നെയാണ്. സെപ്പറേറ്റ് ആയിട്ട് കാര്യമില്ല, മക്കളൊക്കെ നേരെ വരുന്നത് ഇങ്ങോട്ടാണ്. പിന്നെ ഇപ്പോൾ സെപ്പറേറ്റ് വരാൻ പറ്റില്ല. സ്കൂൾ വിട്ടാലും കൂടി നേരെ പഠിക്കാൻ വരിക. അപ്പോൾ കണ്ട കുഞ്ഞുണ്ണി, ഇനി കുഞ്ഞിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 9, 9:30 വരെ അല്ലെങ്കിൽ 11 മണി വരെ നമ്മളെപ്പോഴാണോ കിടക്കുന്നത് അതുവരെ ഇവിടെ ഇരിക്കും. അപ്പോൾ ചോറ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് കഴിക്കപ്പോൾ അവിടെ കഴിക്കില്ല. ഇവിടെ വന്നിട്ട് കഴിക്കാനാണ് രസം പറയും. മേശപ്പുറത്തിരുന്ന് കഴിക്കാൻ നല്ല രസമാണെന്ന്. കാപ്പി. അച്ചോ, നിങ്ങൾക്ക് എന്താ പരീക്ഷ തുടങ്ങണേ അറിയില്ലാന്നോ?
ഏ നിങ്ങൾ ഈ പിന്നെ എന്തിനാ സ്കൂളിക്ക് പോണ്? അറിയില്ല എന്ന് പറയാരോ? ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഉണ്ടാക്കിയാൽ കൊടുത്തിട്ടുണ്ടാവും. ചാച്ചന് ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് ചായ എടുത്തിട്ട് വന്ന അവിടെ നിന്ന് കണ്ടോ? അമ്മു ചേച്ചിയെ നല്ല മധുരമാണോ? മധുരം ഇല്ലാണ്ട് പിന്നെ എന്തിനാ കട്ടൻ ചായ? നല്ല മധുരം. ഈ വെല്ലം എടുക്കട്ടെ, ഇതാണ്ടോ? ആ പാകത്തിനുള്ള മതി. നല്ല മധുരം പായസം പോലെ ഇത്ര മതി. നീ ബെല്ലെടുത്ത് മാറ്റട്ടെ കേട്ടോ. അസ്ഥിക്കുടം പോലെ ഉണ്ട് ഇതിലില്ലേ. ഇപ്പം ഉള്ളിയൊക്കെ ഇട്ടിട്ടേ അച്ഛൻ ചൂടുള്ള സമയത്ത് ഉണ്ടാക്കില്ലേ ഉള്ളി. ഇത്ര മധുരം മതി. ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ വെച്ചാൽ കുടിക്കാനൊരു രസമുണ്ടായി. ചായ ആയണോ പോലെ. ചട്നി ഉണ്ടോ അമ്മു? ചട്നിയും കൊണ്ടേവ്. അച്ചുട്ടി ഇവിടെ വായോ. കുഞ്ഞുണ്ണി ഇവിടെ വന്ന് അച്ചയ്ക്ക് ചട്നി കൊണ്ട് കൊടുത്താ. അച്ഛന് ചട്നി കൊണ്ട് കൊടുത്താ. വാ കണ്ടോ? വാ ഉണ്ണിയേ, വാടി ഉണ്ണിയേ. നിന്റെ അച്ഛന് ചട്നി കൊണ്ട് കൊടുക്കുകയാണ്. ചായ പാൽ ചായ വെച്ചിട്ടുണ്ട്. ഇവിടെ കട്ടൻ കാപ്പിയാ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇന്നലെ നമ്മൾ നമ്മുടെ പപ്പൂനെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. പപ്പൂനെ ഉള്ളിൽ കയറ്റിയിട്ട് സോഫയിൽ കിടത്തിയതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പപ്പൂനെ ഉള്ളിൽ കയറ്റി സോഫയിൽ കിടത്തി വന്നു വെച്ചാലും നമ്മൾ സോഫ കവറും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റും. നമ്മൾ മനുഷ്യർ തന്നെയല്ലേ. പിന്നെ പറഞ്ഞു വെച്ചാൽ നമ്മൾ അവനെ കുട്ടിയോളെ നോക്കണ പോലെയാണ് കേട്ടോ അവനെ നോക്കണത്. നമ്മൾ കുളിപ്പിച്ചിട്ടും അത്രയും വൃത്തിയായിട്ടാണ് നമ്മൾ അവനെ കൊണ്ട് നടക്കുന്നത്. പിന്നെ അതിൽ വന്നൊരു കമൻ്റാണ്, അത് കണ്ടതും കൊണ്ട് എന്നെ വെറുത്തു പോയിന്ന്. വീട്ടിലേക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ അംഗമാണത്. ഇപ്പൊ പശു ആവട്ടെ ആർക്ക് വെറുത്താലും നമുക്ക് അവനെ ഒഴിവാക്കാൻ പറ്റില്ല. അതിനെ പശു ആവട്ടെ ആടാവട്ടെ പശു ആവട്ടെ ആടാവട്ടെ ഇപ്പം ഇവിടെ കോഴി ചാത്തപ്പനാവട്ടെ ഒക്കെ നമ്മുടെ നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരാട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലും ഓരോ കോഴികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലും. നമ്മുടെ ചാത്തപ്പന് 5 വയസ്സായി. 1-2 വയസ്സല്ല. നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ആദ്യം കണ്ടു കഴിഞ്ഞാൽ അറിയാം 5 വയസ്സായി അവന്. അപ്പോൾ അത്ര അവന് ഞങ്ങൾക്കിപ്പോൾ എല്ലാവരും പറയണ പോലെ നിങ്ങൾ കോഴീനെ വളർത്തണ എന്തിനാ? കൊന്നു തിന്നാനല്ലേ. നമ്മുടെ വീട്ടിൽ കണ്ടോ, നമ്മുടെ കയ്യിലടക്കം വന്നിട്ട് അവൻ കൊത്തി തിന്നണത് എന്താ അത്രയും ഇഷ്ടമായിട്ടാണ്. അപ്പം നമ്മുടെ പപ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ അവൻ്റെ ലോകം ആ കൂട് മാത്രമാവരുത്. നമ്മളിപ്പോൾ പുറത്ത് അവനെ കൊണ്ടുവന്ന് അപ്പുറത്ത് കൊണ്ടുപോയി കിട്ടാറുണ്ട്. നമ്മുടെ മക്കളുടെ പോലെ അവൻ ഓടിക്കളിച്ചോട്ടെ. ഇത് കൂടെ ചിലവർക്ക് എങ്ങനെയെന്നറിയോ, വേറെയുള്ള വലിയ പൈസ ഉള്ള നായ്ക്കളൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ പുറത്ത് കിടത്തിയ ചളിയാവും. ഇവൻ നാടൻ നായ ഇതും കൊണ്ടാണോ നിങ്ങൾക്ക്? അവൻ നാടനല്ല, ക്രോസാണ്. അവൻ നാടനല്ല കേട്ടോ, അവൻ ക്രോസാണ്. അവൻ ഏതായാലും അവൻ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഞങ്ങള് വിഷയം 1 മാസമായപ്പോ ഇത്ര എവണ സമയത്ത് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്നത് അവന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പുതിയ വീട്ടിൽ കടന്നിട്ടുണ്ട് കേട്ടോ. അവൻ രാത്രി ആയിക്കഴിഞ്ഞാൽ കലപിലേ പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അപ്പോൾ അവിടെ ഉള്ളവർക്ക് അത് ഉറങ്ങാൻ പറ്റാതെ വരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കൊതുകടിയും കടന്ന് അന്ന് തേപ്പും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല അല്ലേ ഏട്ടാ. വീട്ടിൻ്റെ കരണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഞങ്ങളിവിടെ വന്ന് കടന്നിട്ടുണ്ട് അവനൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അവനൊരു 3-4 മാസം ആയപ്പോഴാണ് നമ്മൾ അവനെ കൂട്ടിലിടാൻ തുടങ്ങി. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ അവനൊരു നല്ലൊരു കൂട് ഉണ്ടാക്കണമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. കാരണം ഫാനൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു കൂട് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ബഡ്ജറ്റിന് ഒതുങ്ങണില്ല. അതും കൊണ്ട് ചെയ്യാതിരിക്കുക. എന്താ വെച്ചാൽ വീടിൻ്റെ ഫംഗ്ഷനും കാണിപ്പാട്ടും ഒക്കെപ്പാടെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഒരു ലെവലായി. അതും നമ്മൾ ചിന്തിക്കണ്ടേ. പക്ഷെ എന്തായാലും എങ്ങനെയായാലും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്യണ്ടാവില്ല ഏട്ടാ. ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. 1 മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് പറഞ്ഞു വെച്ചാൽ നമുക്കത് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അയൽക്കൂട്ടത്തിലൊക്കെ മാർച്ച് ആകുമ്പോഴേക്കൊക്കെ ലോണുകൾ പുതുക്കി അടുത്ത ലോണുകൾ എടുക്കാൻ പറ്റുമല്ലോ മാർച്ച് കഴിഞ്ഞ് വെച്ചാൽ. അപ്പം അങ്ങനെയെങ്കിലും നമ്മൾക്കത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്നെ വെറുത്തു എന്നൊക്കെ പറയണവർക്ക് എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളെന്നെ വെറുക്കേ അല്ലെങ്കിൽ നിങ്ങളെന്നെ വൃത്തിയില്ലാത്തോളൂ എന്ന് പറയുകയെ എന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരു വിധ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ മിണ്ടാപ്രാണിയാണ് അവൻ. പിന്നെ ഞങ്ങളുടെ ജീവനാണ് കേട്ടോ. ഞങ്ങൾ
എന്താണ് എന്താണോ വെച്ചാലും ഒരു കേക്കാണോ വെച്ചാൽ അവന് കൊടുക്കാൻ പാടില്ല, ഒരു മധുരമാണോ വെച്ചാലും കൊടുക്കാൻ പാടില്ല. ഞങ്ങൾ എന്താണോ വായിലിടുന്നത് അതിൻ്റെ ഒരു അംശം ഞങ്ങൾ എപ്പോഴും അവന് കൊടുക്കാൻ ശ്രമിക്കും. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ വീടായി കഴിഞ്ഞപ്പോൾ എന്നീ കൂട്ടിൽ അവനും കാണണ്ടേ. ഞങ്ങളിതാ ചെയ്യുന്ന കാര്യം പറയുന്നതിന് എന്താ, നമ്മൾ 2 വാതിലിട്ട് അടച്ചിട്ട് അവനെ ഓടിക്കാൻ വിടും. ഇപ്പം പക്ഷെ അവന് ഇവിടെ ഓടാൻ പറ്റില്ല, ടൈലിട്ടത് കൊണ്ട് പുതുപുതീനെ വീഴുകയാണ് കേട്ടോ. അതാണ് അവൻ വേഗം സെറ്റിയുടെ മുകളിൽ കിടക്കണത്. താഴെ കിടക്കാണ്ട് സെറ്റിയുടെ മുകളിൽ കിടക്കണത് എന്താണെന്നറിയോ? താഴെ കിടക്കുമ്പോൾ കാലിങ്ങനെ പരന്ന് പോയിട്ട് വീഴുന്നേലേട്ടാ. മോഞ്ച കുത്തി ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോഴേക്കും മുഖം കുത്തി ഇങ്ങോട്ട് വീഴും. പിന്നെ എന്താണ് നമ്മൾ ചെയ്യുക? അപ്പോൾ അവർക്ക് എന്താ കഴുകിയ പോവാത്ത ചളികളുണ്ടോ? കഴുകിയ പോവാത്ത എന്തെങ്കിലും ഒരു ചളികളുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. നമ്മളിപ്പോൾ അവൻ്റെ രോമം കൊഴിയാണോ വെച്ചാൽ നമുക്ക് ഇവിടെ പൊന്നൂസ് ഉണ്ട്, ചെറിയ കുട്ടികളായിട്ട്. നമുക്ക് തന്നെ എത്ര വീട്ടിൽ അലർജി പ്രശ്നം കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്ക് ഓരോ തരത്തിലുണ്ടാവുന്നുണ്ട്. അവന് തലയിലെ തലയിൽ പറയുന്നത് മേത്ത പേന് പോകാനുള്ളത് അവനാണോ വെച്ചാൽ ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്. അവൻ്റെ കാര്യങ്ങൾ നഖം അടക്കം നിങ്ങൾ അവനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ അവൻ്റെ വൃത്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പിന്നെ അവൻ്റെ വായിൽ നിന്ന് വെള്ളം വീണു, അത് ശരി തന്നെയാണ്. നമ്മൾ ആ തുണി എടുത്ത് അത് കഴിഞ്ഞതും നമ്മളെടുത്ത് അത് പുറത്തിട്ട് അത് കഴുകിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആകെ ഒരു അരമണിക്കൂർ വീഡിയോയിൽ എന്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റും? അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. പക്ഷേ ഇതൊക്കെ ഈ പറഞ്ഞ അവൻ നമ്മുടെ കുട്ടികളുടെ ഒരാളിനെയാണ്. അവനിപ്പോൾ നമ്മളിത് ഇവിടുത്തെ ഓരോ പണികൾ കഴിയുമ്പോൾ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ കൂടെ കാണിച്ചു കൊടുത്തിട്ടും പൂജ കഴിയുമ്പോഴടക്കം അതിൻ്റെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണ്ടായി. അതുപോലെ ഓരോ കാര്യങ്ങൾ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ കാണിപ്പാട്ടിൻ്റെ ആ സമയം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ അമ്പലം ഉണ്ടാക്കിയത് എല്ലാം അവനെ കാണിച്ചിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചെറിയ സന്തോഷങ്ങൾ അവനറിയണ്ടേ, അവനത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഫംഗ്ഷന് വന്ന എത്ര പേര് ഫംഗ്ഷന് വന്നിട്ടുണ്ട്. അവർക്ക് ഈ പപ്പു ഈ വീട്ടിലുള്ള കാര്യം ഒരാൾക്ക് അറിയായിരുന്നില്ല. കാരണം പപ്പുരെ നമ്മൾ ആ അറ്റത്താണ് കെട്ടിയെന്ന്, ആ പന്തലും ഇട്ടിട്ട് അവനെ കൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അല്ലേട്ടാ. അവൻ ആ സൗണ്ട് പോലും ആ പപ്പു അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാത്തപ്പനും കോഴികളും അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ കുട്ടിക്ക് അറിഞ്ഞിരുന്നില്ല. അത്രയും ഒതുക്കത്തിൽ അവർ നിന്നിരുന്നത്. ചിലവർക്ക് ആരും കുറ്റം പറയല്ല കേട്ടോ. ചിലവർക്ക് അത് ഇഷ്ടമുണ്ടായില്ല. എന്താ വെച്ചാൽ വീട്ടിൽ നായ കയറി അല്ലെങ്കിൽ വീട്ടിൽ പലർക്കും വളർത്തുമൃഗങ്ങളില്ലാത്തവർക്ക് അത് അങ്ങനെ ആയിരിക്കും. ചിലവർക്ക് അങ്ങനെ ആയിരിക്കും. ചിലവർക്ക് ഉള്ളവർ ചിലപ്പോൾ കൂട്ടിലിട്ട് വളർത്തുന്നവരുണ്ടാവും. പക്ഷെ നമ്മളങ്ങനെയില്ല കേട്ടോ. നമുക്ക് എന്താ പറഞ്ഞു വെച്ചാൽ അവനോട് പ്രത്യേകിച്ചൊരു സ്നേഹം കൂടുതൽ. ഇപ്പോൾ നിങ്ങൾ ഇതാവണ പോലെ ഇല്ല, അവന് നമ്മളോടും തന്നെ ഭയങ്കര സ്നേഹമാണ്. പിന്നെ എങ്ങനെയാണ് അവരെയൊക്കെ മാറ്റി നിർത്താൻ പറ്റുക? എനിക്കറിയില്ല. ഇപ്പോൾ ഇതിൽ ഞാൻ പറയാൻ എന്നെ വെറുത്തു പോയി, എന്താ വൃത്തിയില്ലാത്തോള് അങ്ങനെ എങ്ങനെയെന്നൊക്കെ കമൻ്റ് ഇട്ട് പറയാണ്. ഒരാളുടെ സ്നേഹം വാങ്ങണതും ഒരാളുടെ വെറുപ്പ് വാങ്ങണതും രണ്ടും നമ്മൾ അംഗീകരിക്കണോ അല്ലേട്ടാ? പിന്നെ നിങ്ങളിപ്പന്നെ കൊടുക്കുക വെച്ചാൽ മനുഷ്യന് കൊടുക്കാതെ നായ്ക്ക് കൊടുക്കണം എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ടോ? ശരിക്കാണത്. നമ്മുടെ ഏതൊരു കാര്യത്തിനും ചിലർ നമ്മളെ പൈസ കണ്ടിട്ട് മുന്നോട്ട് നിന്ന് സ്നേഹിക്കുന്നവരുണ്ടാവും. ചിലർ എങ്ങനെ പറയുക, ഒന്നും കാണാതെ സ്നേഹിക്കുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഒരു അപൂർവം പേരേ ഉണ്ടാവുള്ളൂ കേട്ടാ. അപൂർവം പേരേ ഉണ്ടാവുള്ളൂ. അത് വിടത്തെ. അപ്പം നമുക്ക് ചായ കുടിക്കുക. മുട്ട ബജ്ജിൻ്റെ ഇത് ഈ സംഭവം എന്താ? ഉള്ളിവടേ? ചായ വേണ്ടേ? സമൂസ സുഖിനേക്ക് കൊണ്ടല്ലേ? കൊടുത്തു. ബാച്ചു ബാ വായോ ബാ. നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് നമ്മള് വേണ്ടേ മുട്ട ബജ്ജി എടുത്തേക്കണത്? അമ്മൂട്ടിക്ക് വേണ്ടേ? ഇതേട്ടാ ചായ ഈ തൂക്കുപാത്രത്തിൽ ചായ. ഈ ചായ കപ്പ് ചെറുതായതും കൊണ്ടേ ആ ചെടി കണ്ടില്ലേ, ആ ചെടിയത്തെ ഇലകളൊക്കെ പൊന്നുതായിട്ട് പിന്നെ ഇതാ തളർത്ത് വരുന്നുണ്ട് കേട്ടോ. അച്ചുവിൻ്റെ പണിയാണ് അതിൽ വെള്ളം ഒഴിക്കൽ. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് എത്ര പോകുന്ന വലിയൊരു ചെടി വാങ്ങാൻ. നോക്കുമ്പോൾ അല്ലേ ചെടിക്ക് എന്താ നല്ല പൈസ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചു എന്നാണ്ടോ ചുമരിലൊക്കെ ഇതൊക്കെ ആരുടെ പണിയത്? പക്ഷെ അത് തുടച്ചാൽ പോണതാണ് കേട്ടോ. പല്ലൊന്നുമില്ല കേട്ടോ മുത്തപ്പായ്ക്ക്. പക്ഷെ പരിപ്പോടെ തിന്നും വേണം. എവിടെയൊക്കെ ഇട്ട് ചവയ്ക്കണം.
എവിടെ കെട്ടിട്ടാ ചവയ്ക്കുന്നല്ലേ? നമ്മോ പല്ല് കാണിക്കണ്ട. അതെ, നാണക്കെട്. ഭയങ്കര ഇഷ്ടം. നമ്മുടെ ഇവിടെ നല്ല ചൂട് തുടങ്ങി കേട്ടോ. നിങ്ങളുടെ അവിടെ എങ്ങനെയുണ്ട് ചൂട്? ഇവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഈ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ സിറ്റ് ഔട്ടിൻ്റെ അവിടേക്കൊന്നും വന്നിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. തറവാട്ടിൻ്റെ അവിടെയും ചൂട്. ഇതൊന്ന് അയച്ചു കളഞ്ഞാലോ? നമുക്ക് ഇപ്രാവശ്യം വിഷുവിന് 2 സന്തോഷങ്ങളായിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ ഒരതിഥി വരിക, അതേപോലെ പുതിയ വീട്ടിലത്തെ ഫസ്റ്റത്തെ വിഷുവിലേട്ടാ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ കൊല്ലം നമുക്ക് വിഷു ഉണ്ടായില്ല. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് വിഷു ഉണ്ട് കേട്ടോ. തിരിച്ചിലുകളൊന്നും ഇല്ലാതിരിക്കട്ടെ. അയ്യോ, എന്താ കാണിക്കണേ? ഞാനില്ലേ പൊന്നാ അടി കിട്ടുമ്പോ അത് വരണ്ടാവും. വെള്ളം നിറച്ചിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാലോ എന്താച്ചാണ് ഇതൊക്കെ ചുമരക്കൂടി ആക്കിയിട്ട് എനിക്ക് തന്നെ അവിടെ പോയി കൈ കഴുകുക. എനിക്ക് തന്നെ പണിട്ടോ. ചുമര് ഓരോടം വൃത്തിയൊക്കെ കുറേ കൂട്ടുകാർ ഒരു ദിവസം 50-60 പേര് അല്ലെങ്കിൽ ഒരു 40 പേരിൻ്റെയൊക്കെ ഉള്ളിൽ ദിവസം നമുക്ക് കോളുകൾ വരുന്നുണ്ട് കേട്ടോ. അതിലും കൂടുതൽ ഞാൻ 50-60 പറഞ്ഞാൽ അതിലും കൂടുതൽ കോളുകൾ വരുന്നുണ്ട്. കോൾ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കേട്ടോ. ഒരുപാട് വിളിച്ചവർ ചിലപ്പോൾ 5-6 പ്രാവശ്യമൊക്കെ വിളിച്ചിട്ട് മിസ് കോളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണോ എന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നോക്കാം. കാരണം നമുക്ക് വെള്ളത്തിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. വെള്ളത്തിൻ്റെയൊക്കെ സൗകര്യക്കുറവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞതാണ്. നമ്മുടെ വീട്ടിൽ തറവാട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം കനാലത്തെ വെള്ളം എപ്പോഴാണ് വരിക എന്നറിയില്ല. വാഷിംഗ് മെഷീൻ ഉള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ്. എത്രയോ വീഡിയോയിൽ കൂടെ, ആദ്യത്തെ വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സുകന്യയും പറഞ്ഞിട്ടുണ്ട് തുണി തിരുമ്പാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെയും നമ്മളത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അത് ഒളിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും നമുക്ക് ഒളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ. എന്താ നമ്മളൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും വാഷിംഗ് മെഷീൻ കാണിച്ചു തരണം. നിങ്ങളുടെ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഉള്ളത് പറയുന്നില്ല, ഒളിച്ചു വെക്കുകയാണ്, ദാരിദ്ര്യം എന്താണ് നമ്മൾ ദാരിദ്ര്യം കാണിക്കുന്നത്? എന്തിലൊന്നും ഒരു മറുപടി പറയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പറയില്ല എന്ന് വിചാരിക്കുമ്പോഴും പറയുകയാണ്. എന്താണ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ദാരിദ്ര്യം കാണിച്ചത്? അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ സഹായമായിട്ട് ചോദിച്ച് വാങ്ങിയിരിക്കുന്നത്? ദാരിദ്ര്യം കാണിച്ചു കഴിഞ്ഞാൽ സഹായമായിട്ട് ചോദിക്കണല്ലോ. അപ്പോഴല്ലേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്താണ് ഞങ്ങൾക്ക് വീട്ടിലെ അരിയൊക്കെ അല്ല, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് കാലത്തെ ഒരു വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരാണെന്നിട്ട് അങ്ങനെ സഹായിച്ചത്? നമ്മൾ ഒരു സഹായം ഒരാൾക്ക് വേണ്ട നമ്മൾ പല പ്രാവശ്യം പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ്റെ കാര്യം ചിലപ്പോൾ നമ്മൾ ഇതും നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു ചെറിയൊരു ഫോണിൽ വീഡിയോ എടുക്കുന്ന സമയത്ത്, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പല തെറ്റുകളും വരുന്നുണ്ടാവും. നമ്മൾ ആ എഡിറ്റ് ചെയ്യുമ്പോൾ വേറെ ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ ചില ഭാഗങ്ങൾ നമ്മുടെ മുറിഞ്ഞു പോകുന്നുണ്ട്. അതില്ലാന്ന് നമ്മൾ പറയില്ല. നമ്മൾ എല്ലാവരും ഒരു പരിമിതിക്കുള്ളിൽ വെച്ചിട്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പരിമിതി പറഞ്ഞത് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കോളേജിൽ പോയിട്ട് കോഴ്സ് എടുത്തിട്ട് പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നല്ല. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ എടുത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. നമുക്കത് പറയാൻ പറ്റില്ല. അതിൻ്റെതായ കുറേ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. അതൊക്കെ നമ്മുടെ കൂട്ടുകാർ ക്ഷമിക്കുന്നു പറഞ്ഞാൽ നമ്മളൊന്നും ഒരാളുടെ മുന്നിലും മറച്ചു വെക്കില്ല. മറച്ചു വെക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത്ര വലിയ സംഭവം ഒന്നുമല്ല. 10,000 രൂപയ്ക്കുള്ളിൽ പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ കിട്ടുന്നതാണ്. അതിപ്പോൾ ഇല്ലാത്ത വീടുകൾ ഏതാണ്ട് അതിപ്പോൾ എന്നോ നമ്മൾ വാങ്ങിയത് എന്നോ കാണിച്ചു കൊടുത്തും പറയുക. എന്തപ്പോൾ അതൊക്കെ ഒളിച്ചു വയ്ക്കേണ്ട കാര്യങ്ങൾ എന്താണ്? കഴിഞ്ഞ ഓണത്തിൻ്റെ എപ്പോഴും കുറേ ആയില്ലേത് വാങ്ങി ഒരു സൈഡിൽ എത്ര വീഡിയോയിൽ അത് കണ്ടിട്ടുണ്ടല്ലോ ഏട്ടാ. പിന്നെന്താ വീഡിയോയിൽ കൂടെ കണ്ടിട്ടുണ്ട് അത്. നമ്മൾ പക്ഷേ ഏട്ടനാണോ എന്ന് വെച്ചാലും വാഷിംഗ് മെഷീനിൽ ഏട്ടൻ്റെ തുണികളൊന്നും തിരുമണത് ഏട്ടന് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ കല്ലിൽ തിരുമ്പും. ഏട്ടന്റെ ഷർട്ടാണോ വെച്ചാലും മുണ്ടാണോ എന്ന് വെച്ചാലും ഏട്ടൻ പറയും നമ്മുടെ ബെഡ്ഷീറ്റ് തിരുമ്പുക, അധികം ചളിയില്ലാത്ത തുണികൾ തിരുമ്പുക, അതൊക്കെ നല്ലതായിട്ട് പോട്ടോ. പക്ഷെ നമ്മുടെ വെച്ചാൽ നമ്മുടെ ഈ മക്കൾ കണ്ടില്ലേ, ഈ മണ്ണിക്കൂടെയാണോ വെച്ചാലും ഒക്കെ ഇങ്ങനെ കളിക്കുന്ന മക്കളായതുകൊണ്ട് അവരുടെയൊക്കെ തുണികളിൽ നല്ല ചളി ഉണ്ടാവും. അതൊക്കെ നമുക്ക് അത്രയും നമ്മളപ്പോൾ കല്ലും കൊള്ളിൽ തന്നെ തിരുമ്പുള്ളൂ.
വേഗം പണി കഴിയും ചെയ്യും. മറ്റേത് 15 മിനിറ്റ് ഓട്ടോമാറ്റിക് അല്ല, സെമി ഓട്ടോമാറ്റിക് ആണ്. ആദ്യം ഒന്ന് തിരുമ്പി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും വെള്ളം ഒഴിച്ച് തിരുമ്പി പിന്നെ ഇതിക്ക് ഇടുന്ന സമയം ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തിരുമ്പൽ കഴിയും കേട്ടോ. കല്ലെടുത്ത് കളയല്ലേ പൊന്നെ. അപ്പോൾ നമ്മൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം നമ്മൾ ഒളിച്ചിട്ടില്ല കേട്ടാ. അപ്പോൾ അങ്ങനെ ഒളിച്ചിട്ട് മറിച്ചിട്ടൊന്നും നമ്മൾ ഒരു കാര്യം ചെയ്യില്ല. പിന്നെ നമുക്ക് ഇതും പറയാം, ഒരു ഇത്ര ഉദിതിയുടെ ഒരു വാഷിംഗ് മെഷീൻ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഉദിതിയുടെ. അത് ഞാനിപ്പോൾ എൻ്റെ എൻ്റെ അത് മെല്ലെ മെല്ലെ വെള്ളം എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഏട്ടന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞാനത്. കാരണം അപ്പോൾ അത് വീട്ടിൽ ഏട്ടന് കൊടുക്കണം പറഞ്ഞിട്ടാണ്. ചെറുതാണ് കേട്ടോ അത്. നമുക്ക് ശരിക്കും അറിയാ വെച്ചാൽ അത് അത്ര ഉപകാരമുള്ള ഒരു കാര്യമില്ല. ഒരു 3-4 തുണികളൊക്കെ തിരുമ്പുകയാണ് പറഞ്ഞാൽ കുഴപ്പമില്ല, അതിൽ തിരുമ്പാൻ പറ്റില്ല അല്ലേട്ടാ. അത് അങ്ങനത്തെ സാധനമല്ല. അത് അങ്ങനെ ഉയരത്തിലൊന്ന് കോളേജിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കുള്ള ചെറുതല്ല ഒരു ഫാമിലിക്ക് ഉപയോഗിക്കേണ്ട സാധനമില്ല. അതൊക്കെ എത്രയേ ആയിട്ടോ. അത് ഒരു അതിന്റെ വീഡിയോ ഇപ്പം കിടക്കുന്നുണ്ടാവും ഇൻസ്റ്റയിൽ. നമ്മൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട് പറഞ്ഞു വെച്ചാൽ അവർ പറഞ്ഞപ്പോൾ നമ്മളത് ചെയ്തു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കുറേ ആയി നമ്മൾ നിങ്ങളുടെ അടുത്ത് എനിക്കിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സത്യം പറയാ വെച്ചാൽ നമുക്ക് എന്തോ പോലെ തോന്നുക. കാരണം നമുക്കൊരു വീടായപ്പോഴാണോ ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ഓട്ടോ നിൽക്കുന്നുണ്ട്, ആ ഓട്ടോ കൊണ്ട് ഒളിപ്പിച്ചേക്കണ്ടേ. എനിക്കൊരു ബേക്കുണ്ട്, അനിയൻ്റെ ബേക്കുണ്ട്, അതുകൊണ്ട് ഒളിപ്പിച്ചേക്കണ്ടേ. ഇതൊക്കെ വിലയുള്ളത്. ഇതിൻ്റെ വിലയൊന്നും ഒരു വാഷിംഗ് മെഷീൻ ഇല്ല. എന്നാൽ അതൊക്കെ അല്ലേ ഇതിനെക്കാട്ടിലും വിലയുള്ള സാധനം അതല്ലേ. അതൊക്കെ കൊണ്ട് ഒളിപ്പിച്ചേക്കണ്ടല്ലേ. എന്തിന് ആരും വാങ്ങി തരിച്ചിട്ട് അതൊക്കെ ഒളിപ്പിച്ചേക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ ഒളിപ്പിച്ചേക്കുന്നത്? ഇതൊക്കെ ഒരു മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളാണ്, അല്ലാണ്ട് ഇതൊന്നും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മൾ ദാരിദ്ര്യം കാണിക്കുകയാണ്. പറഞ്ഞാൽ നമ്മളൊരു വീഡിയോയിലും ഒരാൾ പൈസ തന്നു പറഞ്ഞിട്ട് എത്ര രൂപ നമുക്ക് തന്നു എന്ന് പറഞ്ഞിട്ട് അല്ല എത്ര രൂപ തരണം എന്ന് പറഞ്ഞിട്ട് അല്ല നമുക്ക് വീട്ടിൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടോ? നമ്മുടെ വീട് പണിക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര വീഡിയോയിൽ പറയണ്ടായി. നമുക്ക് ഒരാളുടെ സാമ്പത്തിക സഹായം വേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്കിപ്പോൾ എത്ര നമ്മൾ വീഡിയോയിൽ പറയണ്ടായി. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആരെയും പറ്റിച്ചിട്ടൊന്നും നമ്മളെ ഇഷ്ടമുള്ള ഒരു സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണിച്ചു തരുമോന്ന് ചോദിച്ചിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ നമുക്ക് വേൾപൂളിൻ്റെ ആണ് കാരണം നിറച്ച് കുമ്പളങ്ങ കഴിക്കണൂല്ലേ. വെയിലോട്ട് ഓരോ പണിയും ഓരോ കാര്യങ്ങളുള്ളതാണ്, ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉള്ളതാണ്. അല്ലാണ്ട് നമുക്ക് ഒരു ഗതിയും പരഗതി ഇല്ലാണ്ട് അങ്ങനെ ഇരിക്കണമെന്നല്ലല്ലോ. നമുക്കിപ്പോൾ അത്ര ഗതി കെട്ടിട്ട് വീട്ടിൽ അരിവൊക്കെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വീഡിയോൻ്റെ രീതിക്ക് അങ്ങനെയൊക്കെ ആരെങ്കിലും അങ്ങനെയൊക്കെ കരുതുന്നുണ്ട്. അങ്ങനെയൊന്നല്ലല്ലോ. അങ്ങനെ നമ്മൾ എത്ര വീഡിയോ പറഞ്ഞിട്ടില്ലാണ്. നമുക്ക് നമ്മുടെ വീടിൻ്റെ ആവശ്യങ്ങൾക്കായാലും ശരി, വീടുകളുടെ ആവശ്യങ്ങൾക്കായാലും ശരി, നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് ചെയ്യുവെച്ചെങ്കിലും അത് നമുക്ക് ഒരാളുടെ മുന്നിൽ കൈ നീട്ടിയിട്ട് ചെയ്യില്ല. കാരണം ഒരാളുടെ മുന്നിൽ തലതാത്തി നിൽക്കാനുള്ള നമുക്ക് ആവശ്യമില്ല, നമ്മളത് ചെയ്യില്ല എന്നുള്ളത് നമ്മൾ എന്നോ പറഞ്ഞിട്ടുള്ളതാണ്, എത്ര വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു കടം ബാധ്യതൊന്നും ഇല്ലാണ്ട് എന്നോ വീട് കയറ്റായിരുന്നു. അങ്ങനെ എത്രയോ ആളുകൾ ചെയ്യണില്ലേ. അവർക്ക് വയ്യ, ഇവർക്ക് വയ്യ, അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയാണ് അവസ്ഥ, ഇങ്ങനെയാണ് അവസ്ഥ എന്ന് വീടായി കാറായിട്ടൊക്കെ എത്ര പേര് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഒരാളത് 10 രൂപ വേണം നമ്മൾ പറഞ്ഞിട്ട് വാങ്ങിയിട്ടില്ല. എനിക്ക് അങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ എനിക്ക് പറയാത്ത ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ ഓരോ വലിയ വലിയ കൊണ്ടിലാണ് കിടക്കണത് ലേട്ടാ. തീർത്താ തീരാ. നിങ്ങൾ ഈ വിചാരിക്കണ ചിരിച്ച് കളിക്കണ പ്രസിയൊന്നും അല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എത്രയോ പേര് നമുക്ക് വീട്ടുകൾ ഫുള്ള് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്തതാണ്. എത്ര എല്ലാം വായിത്തരാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ വേണ്ടി അതിന് പുറമേക്ക് എന്താ ഒന്നും വേണ്ട. കോഴിക്കോട്ട് നിന്ന് ഗൾഫിൽ നിന്ന് ഒരു അനിയത്തിക്കുട്ടി വന്നിരുന്നു കേട്ടോ. മോളും അനിയത്തിയും അപ്പോൾ വന്ന സമയത്ത് അവർ ഗൾഫിൽ നിന്ന് ഇതിന് ഫംഗ്ഷൻ്റെ ആ സമയമായിട്ട് വന്നു കഴിഞ്ഞിട്ട് അവർ ചോദിച്ചപ്പോൾ എന്താണ് ചേച്ചി നിങ്ങൾക്ക് വേണ്ടത്, എന്താ വാങ്ങിത്തരേണ്ടത്. ഈ വീഡിയോ ഒക്കെ നമ്മളൊന്നും വേണ്ടാന്നേ പറഞ്ഞുള്ളൂ. എന്താ വേണ്ടത് വെച്ചാൽ ചേച്ചിക്ക്. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ കട്ടിലില്ലാല് നമ്മൾ ആരോടും ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പിന്നെ സ്നേഹത്തോടെ ഓരോരുത്തർ തരുമ്പോൾ നമ്മളത് ആരോടും വേണ്ടാന്ന് പറഞ്ഞിട്ട് അഹങ്കാരമായി പോകും. അങ്ങനെ സ്നേഹത്തോടെ ഒരു സാധനം കൊണ്ടുവന്ന് വേണ്ടെന്ന് പറയുന്നത് നമ്മൾ ഒരാളത് വേണമെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയുമ്പോഴാണ് അതൊരു അത്യാഗ്രഹമാവും. ഇന്നേ വരെ നമ്മൾ ആരോടും ഇപ്പം എൻ്റെ എല്ലാ ഏട്ടൻ്റെ അനിയന്മാരോടും അനിയത്തിമാരോടും ആരോടും നമ്മൾ ഇന്നത് ചെയ്തു തരുമോ, ഞങ്ങൾക്ക് ഇന്നത് വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ഉള്ളതിനനുസരിച്ച് നമ്മൾ ജീവിക്കണു. പിന്നെ ഇതിൽ ഞാൻ പറയട്ടെ, 7000 രൂപ കൊടുത്ത ഒരു വാഷിംഗ് മെഷീൻ കിട്ടും. 8000 പടവിനാണ് പറഞ്ഞു വെച്ചാൽ കിട്ടും. ഇപ്പോൾ ഒരു TV വാങ്ങി, അല്ലെങ്കിൽ ഒരു AC വാങ്ങി, അല്ലെങ്കിൽ ഒരു എങ്ങനെ പറയുക വാഷിംഗ് മെഷീൻ വാങ്ങി, അല്ലെങ്കിൽ ഫ്രിഡ്ജ് വാങ്ങി പറഞ്ഞിട്ട് സാധാരണക്കാർ വാങ്ങി പറഞ്ഞിട്ട് ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ
EMI വഴി കിട്ടുന്നതാണ്. ഇപ്പൊ ഒരു ഫോൺ അടക്കം കിട്ടും, എല്ലാം കിട്ടും. എല്ലാം കിട്ടും. അതുകൊണ്ട് ഫോണൊന്നുമല്ല, കാറ് കിട്ടുന്നില്ലേ? അതിന് എത്ര വിലയുള്ള കാറ് വരെ EMI ആയിട്ട് കിട്ടുന്നില്ലേ? അത് അടയ്ക്കാൻ ഉള്ള അവസ്ഥയുള്ളവർ വാങ്ങണില്ലേ? നമ്മൾ നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിക്കാന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യന് ആകെ ഒരു കടം ബാധ്യത ജീവിതമല്ലേ നമുക്ക് ഉള്ളൂ. ഒരുപാട് വേണ്ട. നമുക്ക് സമാധാനമായിട്ട് വീട്ടിൽ കിടന്നിറങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം വേണം. അപ്പം അതിനാവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങാം, അതിനുള്ളിൽ ഒതുങ്ങുന്ന ബാധ്യതകൾ വരുത്തുക. അല്ലാത്ത സൗകര്യങ്ങൾ വേണ്ട. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തൊക്കെ മേടിച്ച് എല്ലാം ആയിക്കോട്ടെ അന്നിപ്പോൾ. നമുക്ക് അതാണ്, നമ്മൾ രണ്ടുപേരും, ഞാനും ഏട്ടനും എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഒരുപാട്, ഏട്ടനെന്നല്ല ഞാനൊക്കെ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞ് ജീവിച്ച ഒരാളാണ്. എനിക്ക് അതുകൊണ്ടില്ലേ എൻ്റെ ഏറ്റവും വലിയൊരു ഏത് കുറഞ്ഞ സൗകര്യത്തിലായാലും നമുക്ക് ജീവിക്കാം. എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ വീട് സരോവരം. അത് നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങി, നമ്മുടെ കയ്യിൽ കിട്ടി. ചിലവർ പറഞ്ഞു അതിൽ ചെറിയ വീടാണ്, സൗകര്യങ്ങൾ കമ്മിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു സൗകര്യം തോന്നില്ല. കാരണം മഴ കൊള്ളില്ല, വെയിലടിക്കില്ല. നമുക്കുള്ളതിൽ ദൈവം തന്നതിൽ നമ്മൾ തൃപ്തിയാണ്, സന്തോഷത്തിൽ ജീവിക്കുന്നു. ഭഗവാൻ സന്തോഷം മനസ്സമാധാനം തരട്ടെ എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. അസുഖങ്ങളില്ലാതിരിക്കട്ടെ. എനിക്കല്ലാതെ വലിയ കൊട്ടാരം പോലുള്ള വീട് വേണം. തന്നതും കിട്ടിയതൊക്കെ വലിയ ഭാഗ്യ സന്തോഷം തന്നെയാണ്. അതിനപ്പുറത്തേക്കുള്ള അത്യാഗ്രഹം ഇട്ടില്ലേ? അല്ലപ്പോ ഒരു വീടായി കഴിഞ്ഞാൽ വേഗം എല്ലാവരും ചെയ്യും ഉമ്മർത്തൊരു കാറാണോ എന്ന് നോക്ക്. നമ്മളെന്തിനാണ് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഓടിക്കുക. എത്രയോ പേര് പറഞ്ഞു നിങ്ങൾ കാറ് വാങ്ങില്ലേ, നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല ചുറ്റുവട്ടത്ത് കാറില്ലാത്ത. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ദൂരത്തേക്ക് പോകണമെങ്കിൽ ബൈക്ക് ഉണ്ട്, അടുത്തേക്ക് പോകുന്നത് എല്ലാവരും കൂടി പോകേണ്ട കാര്യങ്ങൾക്ക് പോകാൻ ഓട്ടോയുണ്ട്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, എന്നറിയാം എപ്പോഴും നമ്മൾ ഇരുന്ന് കാലം നീട്ടി കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ഇരുന്ന് കാലം നീട്ടുകൊണ്ട് നമ്മുടെ വീട് പണി തീരാൻ 6 വർഷം എടുത്തത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്നും ഒരാളെ കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറയാൻ 100 കാരണങ്ങൾ ഉണ്ടാവുന്നത്. നമ്മളെപ്പോഴും ഇപ്പോൾ റിയാക്ഷൻ വീഡിയോയിലേക്ക് നിൽക്കുകയാണ് വിചാരിക്കരുത്. ഇത് ഇനി ഞാൻ പറയില്ലേ, ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും നമുക്കൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു കമൻറ്റോ നമ്മൾ തരില്ല. കാരണം ഇനി ഇതിൽ നിങ്ങൾക്ക് അഹങ്കാരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ അഹംഭാവമാണ്, ജാടയാണ്, എന്ത് വിചാരിച്ചാലും എന്തെങ്കിലും മറുപടി കൊടുത്തില്ലെങ്കിലും അല്ല നിങ്ങളിനി മറുപടി നല്ല രീതിക്ക് ഇതിന് അറിയാൻ വേണ്ടി പറയണമെന്നല്ലോ. അതിപ്പോ നമ്മൾ അഹങ്കാരം മൂത്തിട്ട് പറയുന്നില്ല. നമ്മുടെ ഭാഗത്തുള്ള ശരികളും നമ്മൾ ചെയ്ത കാര്യങ്ങളും പറയുന്നല്ലോ. ഇല്ല ഇനി നിങ്ങൾ ഇനി അതിൽ അഹങ്കാരിയാണ്, ജാടയാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയാണ്, എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല. നമ്മൾ ദൈവത്തിനെ ബോധിപ്പിക്കുക, നമ്മുടെ മനസാക്ഷിനെ ബോധിപ്പിക്കുക, നമ്മൾ അങ്ങനെ പോവുക. പിന്നെ ഞാൻ ഇതും ഒന്ന് ചിന്തിക്കട്ടെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സാധാരണക്കാർ പാവങ്ങളുണ്ടെങ്കിൽ അവരെന്തെങ്കിലും സന്തോഷത്തോടെ ചെയ്യുക. നമുക്ക് കൊണ്ട് പറ്റണത് മനസ്സും കൊണ്ടാണോ വെച്ചാലും പ്രവൃത്തി കൊണ്ട് നന്നാവട്ടെ, അല്ലെങ്കിൽ അവരത് ചെയ്തോട്ടെ, അങ്ങനെ ചിന്തിക്കുക. കാരണം അപ്പോൾ നമുക്ക് എന്തായാലും ഇല്ലേ, നമുക്കും കൂടി നല്ലത് വരികയേ ചെയ്യുള്ളൂ. നമ്മളൊരു കാര്യം പറഞ്ഞു, നമുക്കൊരു വീടാണ് ഇന്നിപ്പോൾ, നമുക്ക് വീടും നമുക്ക് ഈ വീട്ടിൽ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നിട്ട് നമ്മുടെ കുടുംബത്തിനെ വിട്ടിട്ടോ, കുടുംബത്തിലുള്ള ഇതുവരെയുള്ള ബന്ധങ്ങളെ വിട്ടിട്ടോ അവർക്ക് ഒന്നും നമ്മൾ മാറി നിന്നിട്ടില്ല. ഇപ്പോൾ അവിടെ എന്തുണ്ടാക്കണം അത് നമ്മൾ കഴിക്കുന്നു, ഇവിടെ എന്തുണ്ടാക്കണം അത് അവർ കഴിക്കണം, ഇവിടെ എന്തും ആയിക്കോട്ടെന്നല്ല അത് എല്ലാവരും ചേർന്ന് കഴിക്കണം. ഇപ്പോഴും നമ്മുടെ കുടുംബത്തെ കൂട്ടുപിടിച്ചിട്ടല്ല, എപ്പോഴും നമ്മുടെ സൗകര്യ സുഖം നോക്കിയിട്ട് നമ്മൾ മാറിയിട്ടില്ല. ഇപ്പോഴും ആരൊക്കെ അങ്ങനെ ജീവിക്കണ്ടാവും? ആരും ജീവിക്കണ്ടാവില്ല. സ്വന്തം വീടായി കഴിഞ്ഞാൽ ആരും ആ പഴയ ജീവിതത്തേക്ക് പോവില്ല. പിന്നെ ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ പറയും റീച്ചിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം റീച്ചിന് വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ അവിടുത്തെ ചില ആൾക്കാർക്ക് തറവാട് ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് പുതിയ വീട് ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ കൂട്ടിക്കൊണ്ട് നടക്കുമോ, കൂട്ടിപ്പിടിച്ച് പോവോ? ഇല്ലല്ലോ. അതെന്തും കൊണ്ടാണ് നമ്മുടെ കുടുംബമാണ്. ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു ചോദ്യമാണ് എന്താ വെച്ചാൽ, പ്രസി പുതിയ വീടായപ്പോഴും എന്താ അവിടെ വെക്കണമെന്ന്. കാരണം അമ്മയൊക്കെ ഉള്ള സമയത്താണോ എന്ന് വെച്ചാൽ നമുക്ക് ആകെ കുറച്ച് സമയമുള്ളൂ. ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ സന്തോഷം. ഇപ്പൊ ഞാൻ 2 കിലോ ഇറച്ചി വാങ്ങി എൻ്റെ മക്കൾക്കൊന്നും കൊടുക്കാണ്ട്, അവർക്കൊന്നും കൊടുക്കാണ്ട് ഞാനും എൻ്റെ ഞങ്ങൾ 5 പേരും കഴിക്കുക, അവരവിടെ കഴിക്കാതിരിക്കുക, അതിലെന്ത് സന്തോഷമുള്ളത്? അപ്പം ഉള്ളത് അനിയനാണോ വെച്ചാലും വാങ്ങുമ്പോൾ എല്ലാവർക്കും വാങ്ങും, ഞങ്ങളാണോ വെച്ചാലും വാങ്ങുമ്പോൾ എല്ലാവർക്കും. അനിയനോടെ വയ്യാതിരിക്കുന്നുണ്ട് ദിവസങ്ങൾ അത്രയായി. നമ്മളിവിടെ കൂടെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇവിടെ ഇറച്ചിയും മീനും ഗംഭീരമായിട്ട് കഴിക്കുക, അവരവിടെ ഇങ്ങനെ ചമ്മന്തി ചോറുമായിട്ട് കഴിക്കുകയും ചെയ്യുക. നമ്മൾ ഈ കഴിക്കുന്നതിൽ എന്താ അർത്ഥം ഉള്ളത്? നമുക്ക് ചമ്മന്തി ആണെങ്കിലും അത് എല്ലാവരും പാടിരുന്ന് കഴിക്കുമ്പോൾ തന്നെ അതിന് രുചി സന്തോഷമുള്ളൂ. നമ്മുടെ സന്തോഷത്തിലെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും കളിച്ചിരികളും ആ ഒത്തൊരുമയും ഇതൊക്കെ തന്നെ ഇനി ഉണ്ടാവും. ഇനി ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തലൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളിതൊക്കെ 100 വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും കാണിച്ചു തന്ന കാര്യങ്ങളുമാണ്. ഇതൊന്നും പറയാത്ത കാര്യങ്ങളല്ല. അതൊക്കെ നമ്മൾ ഓരോ വീഡിയോ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നും പറയാത്ത കാര്യങ്ങളായിട്ടില്ല. അയ്യോ
അതുകൊണ്ട് ഇനി ഇതിനെക്കുറിച്ച് ഒരു വീഡിയോസ് നിങ്ങൾ വ്യക്തത വരുത്തലൊന്നും ഉണ്ടാവില്ല. അല്ല നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ളത് പോകുന്ന തന്നെ ഉള്ളൂ. കാരണം ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പോകുക അതന്നെ നല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ 2-3 പേർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.